നമസ്കാരം. ഇന്ന് നമ്മൾ ജോൺസൺസ് ജനറൽ നോളജ് കോഴ്സിൻ്റെ ഒരു സംപ്രേഷണത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ പശ്ചിമഘട്ടവും അറബിക്കടലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്രാവശ്യം നമ്മൾ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് തെമ്മാടികൾ ഗാന്ധിയിലൂടെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിലൂടെ ഭാരതീയരെ പറ്റിച്ച, ഗാന്ധിയിലൂടെ ഭാരതീയരെ പറ്റിച്ച 6 കാര്യങ്ങളെക്കുറിച്ചാണ്. 6 കാര്യങ്ങളാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ഗാന്ധിയിലൂടെ ഭാരതീയരെ പറഞ്ഞു പറ്റിച്ചത്. അതിനെ ഗാന്ധിയെയാണ് അവർ ഉപകരണമാക്കി മാറ്റിയത്. അത് ആ ഒരു 6 കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ അത് നമ്മളെ ഞെട്ടിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിലുപരിയായിട്ട് നമ്മൾ ഓരോ പ്രാവശ്യവും ഈ 6ൽ ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഒരു രസം തോന്നും. എന്നെ രസം തോന്നണം. അങ്ങനെയുള്ള 6 കാര്യങ്ങളാണ് നമ്മളിന്ന് ജോൺസൺസ് ജനറൽ നോളജ് കോഴ്സിൽ അവതരിപ്പിക്കുന്നത്. കാരണം ഇത് പൊതുവിജ്ഞാനമാണ്. ജോൺസൺസ് ജനറൽ നോളജ് കോഴ്സ് എന്ന് പറയുന്നത് 1900 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1990 മുതൽ നടത്തിക്കൊണ്ടുവരുന്ന പൊതുവിജ്ഞാന കോഴ്സാണ്, ജനറൽ നോളജ് കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ സംപ്രേഷണം, തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ സംപ്രേഷണമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ഗാന്ധിയെ ഉപകരണമാക്കിയിട്ട് കൊണ്ടുവന്ന ആദ്യത്തെ ചതിയാണ് രാമരാജ്യം എന്ന് പറയുന്നത്. രാമരാജ്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഗാന്ധി കിളിമൊട്ടയ്ക്ക് പോയ പോലെ പറഞ്ഞേർന്ന ഒരു കാര്യമാണ് രാമരാജ്യം ഭാരതം രാമരാജ്യമാക്കും, അതാക്കും ഇതാക്കും. എന്തുകൊണ്ട് രാമരാജ്യമാക്കണു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അത് ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ പടികൾ കൊണ്ട് നിങ്ങൾ രാമരാജ്യമാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഗാന്ധി അത് കേട്ടിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഗാന്ധി ഇത് കേൾക്കുമ്പോൾ ഗാന്ധിയുടെ വിചാരം രാമരാജ്യം അങ്ങനെ ആക്കാൻ പറ്റും എന്നാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് രാമരാജ്യം, ഒരു രാജ്യത്തെ രാമരാജ്യമാക്കണമെങ്കിൽ അത് രാജ്യമാകണം. മാത്രമല്ല അവിടെ രാമനും വേണം. രാമൻ ഉള്ളിടത്തെ രാമരാജ്യമാവുള്ളൂ. അതേ രാമരാജ്യമാവുള്ളൂ. അല്ലാണ്ട് ഗാന്ധി ഉള്ളിടത്ത് അത് ഗാന്ധി രാജ്യമാണ് ആവുക. ഗാന്ധി ഇപ്പോൾ രാമരാജ്യം ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് ഗാന്ധി രാജ്യമാവുള്ളൂ, അല്ലാണ്ട് രാമരാജ്യം ആവില്ല. അപ്പം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ ഗാന്ധിക്ക് ഉണ്ടായിരുന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭാരതത്തിലെ ഓരോ പദവും അക്ഷരജന്യമായതുകൊണ്ട് എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഓരോ അക്ഷരത്തിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥമുണ്ട്. അക്ഷരവും അർത്ഥവും ഒന്നായതിനാൽ അക്ഷരത്തിൻ്റെ അർത്ഥത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഈ മണ്ടൻ ഗാന്ധിനെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് രാമരാജ്യം ഉണ്ടാക്കാം, ഗാന്ധിക്ക് ഇപ്പോൾ രാമരാജ്യം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് ഗാന്ധി അതിലേക്ക് ചാടി. അങ്ങനെ ഉണ്ടാക്കാൻ ആൾ തുടങ്ങി. എന്തിനെ? രാമരാജ്യം. അങ്ങനെ ഈ രാമരാജ്യം കൊണ്ടുവന്ന് വെച്ചത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന തെമ്മാടികളുടെ ചതിയായിരുന്നു. കാരണം ഈ രാമരാജ്യം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനടി ബാക്കിയുള്ള ആളുകൾ അതിനെക്കുറിച്ചിട്ട് തലകുത്തി മറിയും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ രാമരാജ്യം കൊണ്ടുവന്ന് വെച്ചതിൻ്റെ പ്രതിഫലനമാണ്, അതിൻ്റെ ഫലമാണ് നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാമൻ്റെ പ്രശ്നം. രാമനൊരു പ്രശ്നമാക്കപ്പെട്ടു. അതായത് ഭാരതീയരെ വിഭജിക്കാൻ ഏറ്റവും വിദഗ്ധമായി ഉപയോഗിക്കപ്പെട്ട ഭാരതീയ കഥാപാത്രം അഥവാ കഥാതത്വമാണ്, അഥവാ യഥാർത്ഥത്തിലുള്ള തത്വമാണ് രാമൻ എന്ന് പറയുന്നത്.
അങ്ങനെ രാമന് അയോധ്യ ഏത് രാമൻ എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ വരെയുണ്ടായി. അപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് അയോധ്യയിൽ രാമജന്മസ്ഥാനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു 10-26 സ്ഥലങ്ങൾ അയോധ്യയിലുണ്ട്. അപ്പോൾ ഈ അയോധ്യയിൽ 26 സ്ഥലങ്ങളുള്ളതിൽ ഒരു സ്ഥലത്ത് ഒരു ബിംബം കൊണ്ടുവയ്ക്കുകയും അതൊക്കെ ഈ 40 ഇംഗ്ലീഷ് ഇയർ 1946-47 ഇവർ ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ തനിച്ചറ്റകളാണ്, അവർ ചെയ്തിട്ടുള്ള പുലിയാട്ടുകളാണ്. അതിൻ്റെ പരിണിതഫലമായിട്ട് എന്തൊക്കെ ഉണ്ടായി? ഭാരതത്തിൽ വിഭജനം വന്നു, ആ വിഭജനം തുടർന്നു പോയി, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ രാമൻ തന്നെയാണ് ഇപ്പോഴും വിഷയമാവുന്നത്. കൃഷ്ണൻ എന്തുകൊണ്ട് വിഷയമാവുന്നില്ല? കാരണം തെമ്മാടി ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് അവരുടെ പദ്ധതിയിൽ അവർ ഗാന്ധിയെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവരിപ്പിച്ചത് എന്താണ്? രാമരാജ്യമാണ്. രാമനില്ലാതെ രാമരാജ്യം ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ള ഒരു ആശയം ഗാന്ധിക്കില്ല. ഗാന്ധി ഭാരതീയ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ഒരാളല്ല. ഭാരതീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസമാണ്. ഈ അക്ഷരത്തിൻ്റെ അർത്ഥം അറിയുന്ന ആൾക്ക് ഒരിക്കലും രാമരാജ്യം കൊണ്ടുവരാൻ പറ്റില്ല എന്നറിയാം. അപ്പോഴാണ് ഈ വിധ പരിപാടികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അക്ഷരാഭ്യാസമായതിനാൽ ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഇടക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു മണ്ടനാണ് ഗാന്ധി എന്നുള്ളത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? രാമരാജ്യം ഉണ്ടാക്കാൻ അയാൾ പുറപ്പെടുന്നതും അത് നമ്മൾ ഭാരതീയരുടെ വിഭജനത്തിനിടയാക്കുന്നതും ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതും. ആൾ കൃഷ്ണരാജ്യം ഉണ്ടാക്കാൻ പോയതെന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ പേരിലായിരിക്കും പ്രശ്നം. അപ്പോൾ രാമരാജ്യത്തിന് രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. രാമക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് അത് വേറൊരു വിഷയമാണ്, അത് നമ്മൾ പിന്നെ പറയും. രാമക്ഷേത്രം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുണ്ട്, അത് വേറൊരു വിഷയമാണ്, അത് തീർച്ചയായിട്ടും പറയും. രാമക്ഷേത്രം പ്രപഞ്ചത്തിലുള്ളതാണ്, അത് അയോധ്യയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ ഇടക്കേഷനിലൂടെ വഴിപിഴപ്പിക്കപ്പെട്ട ഗാന്ധിയെ കൊണ്ട് ആദ്യത്തെ തട്ടിപ്പ് അവർ ഭാരതീയരുടെ മനസ്സിലേക്ക് ഇറക്കി രാമരാജ്യം. രണ്ടാമത്തെ തട്ടിപ്പ് അവരിറക്കിയതാണ് ഹിന്ദുവിനെ അവർ ഇതേപടി ഇറക്കി. ഹിന്ദു എന്താണെന്നൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് പല പ്രാവശ്യം, പല കാര്യങ്ങളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളവരാണ്. ഹിന്ദു എന്ന് പറയുന്നത് അവർ തെറ്റിദ്ധരിപ്പിച്ച്, അതിന് ഹിന്ദുവിൻ്റെ അടിസ്ഥാനമായിട്ട് അവർ പറയുന്നത് സിന്ധു നദി എന്നൊക്കെയാണ്. അതിനെക്കുറിച്ചും തീർച്ചയായിട്ടും നമ്മൾ വേറെ വിഷയങ്ങൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് പറയും, അതവിടെ നിൽക്കട്ടെ. കാരണം അതിൻ്റെ ചെറിയൊരു സൂചന തരാം. സിന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിയല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ സിന്ധു നദി ഉണ്ടല്ലോ, ഉണ്ട്, സിന്ധു നദി ഉണ്ട്. അപ്പോൾ സിന്ധു നദിയല്ല എന്നുള്ളത് തൽക്കാലം ഇപ്പോൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ പശ്ചിമഘട്ടം ഇല്ല എന്നുള്ളതും അറബിക്കടലില്ല എന്ന് മനസ്സിലാക്കിയ പോലെ തന്നെ സിന്ധു നദിയല്ല എന്ന് തൽക്കാലം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ സിന്ധു എന്നുണ്ടായതാണ് ഹിന്ദു എന്നാണ് ഇവർ പുലമ്പിയത്. ഹിന്ദു എന്ന് പറയുന്നത് ഒരിക്കലും ഭാരതീയമായിട്ടുള്ള ഒരു പദമല്ല. അത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് എമ്മാടികൾ കൊണ്ടുവന്ന് ഭാരതീയരുടെ മനസ്സിൽ വിഭജനത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ്. കാരണം അവർക്കത് കൃത്യമായിട്ട് അറിയാം. അതായത് ഹിന്ദു ഉണ്ടെങ്കിൽ അവർക്ക് പുതിയ മുസ്ലിമിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഹിന്ദു ഉണ്ടെങ്കിലേ മുസ്ലിം ഉള്ളൂ. അപ്പോൾ അവർ ഹിന്ദു ഉണ്ടാക്കണം. കാരണം ഭാരതത്തിലുള്ളതാണ്, മുമ്പ് മുതലേ ഉള്ളതാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കേണ്ട കാര്യം വരുന്നില്ല. മനസ്സിലായോ? അതാണ് അതിൻ്റെ സൂത്രം. അപ്പോൾ അങ്ങനെ ഹിന്ദു എന്ന് പറയുന്നത് ഇവർ ഗാന്ധിയിലൂടെയാണ് ഇറക്കിയത്. ഹിന്ദു രാഷ്ട്രം, ഹിന്ദു എന്ന് പറയുന്നത് സവാർക്കറൊക്കെ പിന്നീട് ഉപയോഗിച്ചു. പക്ഷെ ഗാന്ധിനെ കൊണ്ടുവരുമ്പോൾ ഹിന്ദു എന്ന് പറയുന്ന ഒരു ആശയം, തെറ്റായ ആശയം, ഭാരതത്തിൽ ഇല്ലാത്ത ഒരു ഐഡിയ, ആശയം എന്ന് പറയാൻ പറ്റില്ല, ഐഡിയ, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ്റെ ഐഡിയ ഇവിടെ കൊടുന്ന് വയ്ക്കുകയും വിഭജനം ശക്തമാക്കുകയും ചെയ്തു. അപ്പം ആദ്യത്തേതും ഈ വിഭജനത്തിന് സഹായകരമായി ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ. ഹിന്ദുവിനുണ്ടാക്കിയവർ. അതിനു മുമ്പ് ഗാന്ധിയെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലുടിപ്പിക്കുന്ന പോലെ രാമരാജ്യം ഉണ്ടാക്കാൻ പറഞ്ഞു. അയാൾ രാമരാജ്യം ഉണ്ടാക്കി, അതായത് ഗാന്ധിയുടെ രാജ്യമാണ് അയാൾ ഉണ്ടാക്കിയതെന്ന് മാത്രം. അപ്പോൾ രാമരാജ്യം ഉണ്ടാക്കി, അതിന് ശേഷം അയാളെ കൊണ്ട് ഹിന്ദുവിനുണ്ടാക്കിപ്പിച്ചു. അങ്ങനെ 2 ചതികളായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള 3ാമത്തെ ചതിയാണ്
ഇവർ വഴിക്ക് ഗാന്ധി വഴിക്ക് ഇവരെ ഇറക്കിയിട്ടുള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ഇറക്കിയിട്ടുള്ള മൂന്നാമത്തെ ചതിയാണ്. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം, ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെ ചതിയാണ് എന്ത്? സമരം എന്ന് പറയുന്നത്. സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് യുദ്ധമാണ്. സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമാണ്. യുദ്ധത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയടിക്കും. അല്ലാണ്ട് ഒരു ഭാഗം പോവുക, മറ്റേ ഭാഗത്തിൻ്റെ നിന്ന് തല്ലി മേടിക്കുക, മടങ്ങി പോവുക. മറ്റേ ഭാഗം ഈ യാതൊരുവിധ ആയുധങ്ങളും ഇല്ലാതെ പോകുന്ന ഈ ഭാഗം, അതായത് ഭാരതീയരുടെ ഭാഗം, അവർ പോവുക, അടി മേടിക്കുക, വെടികൊള്ളുക, ചത്തുപോവുക, ചത്തുമലയ്ക്കുക. ഇത് സമരമല്ല. സമരം എന്ന് പറഞ്ഞാൽ ഭാരതീയ ഭാഷയിൽ അതിനൊരർത്ഥമുണ്ട്. അത് നമ്മൾ വിശദീകരിച്ചതിന് മുമ്പ് പല പ്രഭാഷണങ്ങളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക, അടികൊള്ളുക, കൊല്ലപ്പെടുക, പണങ്ങി വരിക. അതായത് ഈ കള്ളച്ചെറ്റത്തെമ്മാടി ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് അടിക്കാനും കൊല്ലാനും ലാത്തിയും തോക്കും ഉപയോഗിച്ച് ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഭാരതീയർ അങ്ങോട്ട് ചെല്ലുക, അടി മേടിക്കുക, പണങ്ങി പോരുക. ഇതിന് സമരം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം. അപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു യഥാർത്ഥത്തിലുള്ളൊരു കാര്യത്തിന് സമരം എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ഒതുക്കി. ഇങ്ങനെ ഒതുക്കിയാൽ മാത്രമേ കോടിക്കണക്കിനായിട്ടുള്ള ഭാരതീയരെ നിയന്ത്രിക്കാൻ ഈ ചെറ്റ തന്തയില്ലാത്ത ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് കഴിയുള്ളൂ. അതുകൊണ്ട് ഗാന്ധിയെ കൊണ്ട് ഇറക്കിപ്പിച്ചു എന്തെന്ന്? സമരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സമരം, അപ്പോൾ ഇവിടെയുള്ള മണ്ടന്മാർ ആർക്കും അക്ഷരാഭ്യാസം ഇല്ല. കാരണം അക്ഷരാഭ്യാസം ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ആളുകൾക്കും അക്ഷരാഭ്യാസം ഇല്ല. അക്ഷരം എന്താണെന്ന് അറിയില്ല, വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇടക്കേഷൻ നടത്തിക്ക് വന്നു. ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇടക്കേഷൻ വന്നതോടുകൂടി അർത്ഥം മനസ്സിലാവണ ആ കഴിവ് അങ്ങോട്ട് നഷ്ടപ്പെടുത്തി. അങ്ങനെ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇടക്കേഷൻ കിട്ടിയിട്ടുള്ള ഗാന്ധിയെ കൊണ്ട് യുദ്ധമല്ലാത്ത സമരം എന്ന് പറയുന്ന തട്ടിപ്പ് ഇവിടെ മനുഷ്യന്മാരെ, ഭാരതീയരെ കൊല്ലാനും അടികൊള്ളാനും ക്രൂരമായി മർദ്ദിക്കപ്പെടാനുമായിട്ട് മനുഷ്യരുടെ, ഭാരതീയരുടെ മനസ്സിലേക്ക് കയറ്റിവിട്ടു. സമരം എന്ന് പറഞ്ഞ ചതി. സമരം യഥാർത്ഥത്തിൽ ചതിയല്ല. സമരം എന്ന് പറയുന്നത് യുദ്ധമാണ്. പക്ഷെ ഈ ഗാന്ധിയുടെ സമരം എന്ന് പറഞ്ഞാൽ അത് പോവുക, അടികൊള്ള, വെടികൊള്ള, ചാവുക, ചത്തുമലയ്ക്കുക, ഗുരുതരമായി പരിക്കേൽക്കുക, പിന്നെ അതിനുശേഷം മരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള തനി ചറ്റത്തരത്തിലേക്ക് അധപ്പതിപ്പിച്ചു. അതാണ് മൂന്നാമത്തത്. നാലാമത്തെ ഇതോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഗാന്ധി കൊടുന്ന വേറൊരു തന്തലിമത്തരാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഒരു തന്തലിമത്തരാണ് അഹിംസ. എന്താണ് അഹിംസ? അഹിംസ എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അഹിംസ എന്ന് പറയുന്നത്. ഈ അഹിംസ എന്ന് പറഞ്ഞാൽ അത് സ്വയം ഹിംസിക്കാതിരിക്കുകയാണെന്നുള്ളതാണ്. ആ ഹിംസ ആരോട്? സ്വയത്തോട്, ആത്മാവിനോട്, സ്വയമാകുന്നതിനോട് ഹിംസ ചെയ്യാതിരിക്കുന്നതാണ് അഹിംസ. എന്ന് പറഞ്ഞാൽ ഒരാള് തല്ലുമ്പോ അത് നിന്ന് കൊല്ലുക, പ്രത്യേകിച്ചൊന്നുമില്ല. അവര് തന്തല്ലാത്ത കുറെ ഇംഗ്ലീഷുകാർ നിന്ന് തല്ലുകയും കൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളവര് അഹിംസ. ഈ അഹിംസ എന്താണ്? അത് ഗാന്ധിയുടെ അഹിംസയാണ്. ഗാന്ധിയുടെ അഹിംസ. യഥാർത്ഥത്തിലുള്ള അഹിംസ അതല്ല. സ്വയം സംരക്ഷിക്കുക, ആത്മസംരക്ഷണം, ഇത് അഹിംസ എന്നാണ്. അഹിംസ ആരോട് ചെയ്യാതിരിക്കുക? അഹിംസ എന്ന് പറയുന്നത് ഹിംസ ആരോട് ചെയ്യാതിരിക്കുക? സ്വയത്തോട്. സ്വയം എന്ന് പറയുന്ന ഞാനാകുന്നതിനെ നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് അഹിംസയുടെ തത്വം, അടിസ്ഥാന തത്വം. അതല്ലത്. ഇവിടെ ഗാന്ധി വീണ്ടും പറ്റിച്ചു നമ്മളെ. ആ പറ്റിപ്പിന്റെ പേരാണ് അഹിംസ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി. ഇപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയണു. എത്ര എണ്ണായി? ഇപ്പോ 4, 5 എണ്ണായി ഇല്ലേ? അപ്പൊ ഈ അഹിംസ എന്ന് പറയുന്നത് വീണ്ടും വലിയൊരു തട്ടിപ്പാണ്. അഹിംസ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രാമരാജ്യം കൊടുന്നു, പിന്നെ അതിനുശേഷം
ഹിന്ദുവിന് കൊടുന്നു, അതിനുശേഷം സമരം കൊടുന്നു, പിന്നെ നാലാമത്തേതായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ അഹിംസ കൊടുന്നു. ഈ അഹിംസ കൊടുന്ന് അപ്പോഴേക്കും 4 നല്ലോടത്തായി. അതിനുശേഷം ആണ് അങ്ങേര് എന്ത് കൊടുന്നത്? ഹരിജന കൊടുന്നത്. ഹരിജന കൊടുന്നത് അതിനുശേഷമാണ്. എന്താണ് ഈ ഹരിജൻ? വളരെ രസകരമാണ്. അതായത് അന്ന് സമൂഹത്തിൽ താണ രീതിയിൽ ജീവിച്ചിരുന്ന ആളുകളെ ഗാന്ധി ഒരു പേരെടുത്തിട്ടുണ്ട്, പൂശി. നിങ്ങളൊന്നും ഇപ്പോ ഇനി അധകൃതരല്ല. അധകൃതർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ താണുള്ള ആളുകളല്ല, നിങ്ങളൊക്കെ ഹരിജനാണ് എന്ന് പറഞ്ഞു. ഇത് രാമരാജ്യം പോലെ തന്നെയാണ്. അതായത് ഇതിൽ ഹരിജൻ എന്ന് പറയണമെങ്കിൽ ഹരിക ജനാവണോ? അത് ഹരിയുടെ ജനമായിരിക്കണം ഹരിജൻ. അത് പറയേണ്ടത് ഗാന്ധി അല്ല, പിന്നെ ആരാ? ഹരി പറയണം. ഹരി എന്ന് പറയാൻ നിങ്ങളുടെ അപ്പുറത്തുള്ള ഹരിയല്ല, ഇപ്പുറത്തുള്ള ഹരിയല്ല. പറയേണ്ടത് സാക്ഷാൽ ഹരി എന്ന മഹാവിഷ്ണു പറയണം. എന്ത്? ഇതെന്റെ ജനമാണ്. ഇതാണ് ഹരിജൻ. ആ ഹരിജനത്തിനെ പറയാനുള്ള അധികാരം ഹരിക്ക് മാത്രമാണ്, ഗാന്ധിക്ക് അതില്ല. ഗാന്ധി കൊടുക്കുന്നത് ഗാന്ധിജൻ എന്നാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ശരി, അത് വലിയൊരു തട്ടിപ്പാണ്. ഹരിജൻ എന്നാണ് പേരാണ് കൊടുത്തു. പേര് കൊടുക്കുന്നത് ആരാ കൊടുക്കുന്നത്? ഗാന്ധിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഹരിജനല്ല, ഗാന്ധിജനാണ്. അപ്പോൾ മനുഷ്യരെ ഹരിയുടെ ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമമായ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഉന്നത ശീർഷരായിട്ടുള്ള ആളുകളെയാണ് ഹരിജൻ എന്ന് പറയുന്നത്. ഹരിക ജൻ എന്ന് പറഞ്ഞാൽ ഹരി എന്ന് പറയുന്നത് സ്ഥിതിയുടെ തത്വമാണ്. ഈ സ്ഥിതിയുടെ തത്വം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഹരിജൻ എന്നിരിക്കെ, അക്ഷരം പോലും അറിയാത്തവരെ ഗാന്ധിജൻ എന്ന് വിളിക്കേണ്ടിടത്ത് ഹരിജൻ എന്ന് വിളിച്ചു. വീണ്ടും ഭാരതീയര് പറ്റിക്കപ്പെട്ടു. 5 ചതികളായി. 6ാമത്തെ ചതിയാണ് ഹിന്ദു പോലെ. അർത്ഥമില്ല, ഹിന്ദു ഈസ് എൻ ഇംഗ്ലീഷ് വേർഡ്, ഭാരതീയ പദമല്ല. 47 ഇവിടെ കൊണ്ടുവന്ന് വെച്ച വേറൊരു അർത്ഥരഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലയാട്ട് എന്നർത്ഥം. പുലയാട്ടായിട്ടുള്ള ഇന്ത്യ. ഇത് ഗാന്ധി സമ്മതിച്ചിട്ടാണ് ഉണ്ടായത്. ഗാന്ധിയാണ് തീരുമാനിക്കുന്നത് എന്തെന്ന്. ഇങ്ങനെ ഈ മൂന്നായിട്ട് വിഭജിക്കാം എന്നുള്ളത് ഈ കള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് തീരുമാനിക്കുന്നതോട് കൂടിയിട്ട് ഗാന്ധി അതിന് സമ്മതിക്കുകയാണ്. എന്ത് നിങ്ങൾ ഉണ്ടാക്കിയ? നിങ്ങൾ കിൻഡിയ എന്നുണ്ടാക്കിക്കോ. എന്തൊരു കിൻഡിയ? ഭാരതത്തിന്റെ പേരല്ലേ വേണ്ടത്? കിൻഡിയ എന്നാണോ? കിൻഡിയ ആണെന്നാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്ന് അങ്ങേര് ഈ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഈ ചതി ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ എല്ലാതും പുലമ്പപ്പെടുന്നത് ഇംഗ്ലീഷിലാണെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഇംഗ്ലീഷിൽ പുലമ്പപ്പെടുന്നത് അർത്ഥമില്ലാത്ത പുലമ്പലകളാണ്. ഈ പുലമ്പലകളുടെ പരിണിത ഫലം എന്താണ്? ഭാരതീയർക്ക് ഇതിന്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ല. അവരൊക്കെ ആവർത്തിക്കും. എന്തെന്ന് ആവർത്തിക്കും? ഇന്ത്യ ഈസ് മൈ കോൺട്രി ഈസ് മൈ ഇന്ത്യ. ഇന്ത്യ എന്ന് പകരം അവർക്ക് കിൻഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജിൻഡിയ എന്ന് പറഞ്ഞാലും ഭിൻഡിയ എന്ന് പറഞ്ഞാലും ഇവർക്ക് ഒരുപോലെയാണ്. ഭാരതീയർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷിൽ ഉള്ള ഒരു അർത്ഥരഹിത പുലിയാട്ട് വേർഡ് എന്തിന് ഈ ഗാന്ധി ഇവിടെ കൊടുന്നു വെക്കുന്നു? കാരണം അർത്ഥം അറിയാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആളുകൾ മനസ്സിലാവായുള്ളൂ. അപ്പം നിങ്ങൾ ഇന്ത്യ, ഹിന്ദു, ഇൻഡസ് വാലി സിന്ധു നദിയല്ല നമ്മൾ ആദ്യം പറഞ്ഞു. ഈ സിന്ധു നദീനെ ഈ കള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് പേര് കൊടുത്തതാണ് എന്ത്? ഇൻഡസ് വാലി. അതിൽ നിന്നാണ് ഹിന്ദു ഉണ്ടായത്, അതിൽ നിന്നാണ് ഇന്ത്യ ഉണ്ടായത് എന്നൊക്കെ ഇവർ തൊള്ള തോന്നിയത് അങ്ങോട്ട് പുലമ്പുക. കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ മാറ്റി പറയും. തൊള്ള തോന്നിയത് അങ്ങോട്ട് പുലമ്പുക. അപ്പോഴേക്കും അവിടുന്ന് അലക്സാണ്ടർ വന്നു. അലക്സാണ്ടർ
മുതലയുമായി മൽപ്പിടുത്തം നടത്തുന്ന അലക്സാണ്ടർ വന്നിരുന്നുണ്ട്. അവിടെ നിന്ന് വന്നു. അപ്പോൾ അവർ ഇതിനെ ഈ കുണ്ടസ് എന്ന് വിളിച്ചു. അപ്പോൾ അത് കാരണം ഇവിടെ ഇന്ത്യയും ഗിണ്ടിയെയും ഭിണ്ടിയെയും ഒക്കെ ഉണ്ടായി. ഇങ്ങനെയുള്ള 6 ചതികളാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ഗാന്ധി എന്ന് പറയുന്ന ആളൊഴിക്ക് ഇംഗ്ലീഷ് ഇടക്കേറ്റഡായിട്ടുള്ള അർത്ഥം അറിയാത്ത, അക്ഷരാർത്ഥം അറിയാത്ത, അക്ഷരത്തിൻ്റെ അർത്ഥതലങ്ങൾ അറിയാത്ത ഗാന്ധി എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് ഭാരതത്തിൽ കൊണ്ടുവന്ന് ഭാരതീയരുടെ നിഷ്കളങ്കമായ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അവരെ വഴിവഴപ്പിച്ചത്, തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ജീവിതം കുളം തോണ്ടിയത് എന്നുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയെന്ന് നമുക്ക് കരുതുന്നു. ഓർമ്മയിൽ വയ്ക്കാം, പറഞ്ഞു കൊടുക്കാം. സത്യം വിളങ്ങട്ടെ.